നമ്മുടെ കല്യാണത്തിൻ്റെയൊക്കെ തലേന്ന് രാത്രി എന്ന് പറഞ്ഞൊരു പ്രത്യേക വൈബല്ലേ. ആദ്യം തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്കിന് തുടങ്ങാം കേട്ടോ. നല്ല വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട്, പിന്നെ മിൻറ്റ് ലൈം ഉണ്ട്, പൈനാപ്പിൾ ഉണ്ട്, പിന്നെ പച്ചമാങ്ങയുടെ ജ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റേജൊക്കെ ഇങ്ങനെ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് സ്റ്റേജൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിലാണ് കല്യാണം കേട്ടോ. വീട്ടിലെ കല്യാണം തന്നെ അടുത്ത കാലത്തൊന്നും കൂടിയിട്ടില്ല. ഓഡിറ്റോറിയങ്ങളിലല്ലാതെ ഇപ്പോൾ കല്യാണം ഉണ്ടാവാറില്ലല്ലോ. തലേന്ന് രാത്രിയാണ് കേട്ടോ. ഇവർ മെനു ഒക്കെ ഇങ്ങനെ ഫുള്ളിങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ തന്നെ നടുക്ക് ഇങ്ങനെ ആൾക്കാർ ഫുഡൊക്കെ വെച്ചിട്ട് ചുറ്റും ഇങ്ങനെ സീറ്റിംഗ് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ. ഇത് കുറേ കല്യാണങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇങ്ങനെ കാണാം. അവിടെ നടുക്ക് ഇങ്ങനെ സെർവ് ചെയ്യുന്ന ആൾക്കാർ നിന്നിട്ട് നമ്മളോട് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് മെനുവിലുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വിളമ്പി തരും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മട്ടൻ ബിരിയാണി വെച്ച് തുടങ്ങി കേട്ടോ. നല്ല കിടിലൻ മട്ടൻ ബിരിയാണി കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മട്ടൻ പീസസും നല്ല ജീരകശാലയുടെ ചെറിയ റൈസൊക്കെ ഇട്ട് നല്ല പാകത്തിന് മസാലയൊക്കെ ആയിട്ടുള്ള ബിരിയാണിയാണ്. പിന്നെ അതിൻ്റെ കൂടെ ചില്ലി ബ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പീസാക്കിയിട്ടുള്ള ചിക്കൻ ബ്രോസ്റ്റ് ചെയ്തുണ്ട് കേട്ടോ. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചില്ലി ബ്രോസ്റ്റ്, പിന്നെ നല്ല പൈനാപ്പിളും ക്യാരറ്റും എല്ലാം ഇട്ട ഒരു സാലഡും ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ആദ്യം തന്നെ മട്ടൻ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടോ. മട്ടൻ്റെ ഒരു പീസൊക്കെ ഇങ്ങനെ ഇന്ന് പിച്ചെടുത്തു. മട്ടൻ പിച്ചുക എന്ന് പറഞ്ഞാൽ ചിക്കനൊന്നും പിച്ചുന്ന പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയല്ലല്ലോ. അങ്ങനെ മട്ടനൊക്കെ കുറച്ച് ഒരു കഷ്ണമൊക്കെ കിട്ടി. അതിൻ്റെ കൂടെ കുറച്ച് മസാലയും റൈസും എല്ലാം കൂടി എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്തു കേട്ടോ. സംഭവമൊക്കെ നല്ല ടേസ്റ്റുണ്ട്. നല്ല കിടിലനായിട്ട് കറക്റ്റ് വേവും നല്ല മസാലയൊക്കെയാണ്. ബ്രോസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു, അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. റോസ്റ്റും ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണെങ്കിലും സംഭവം നല്ല സ്പൈസിയും ടേസ്റ്റിയൊക്കെയാണ്. ഇങ്ങനെ മട്ടൻ്റെ കുറച്ച് സോഫ്റ്റായ ഒന്ന് രണ്ട് പീസുകളും കൂടിയൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ കംപ്ലീറ്റ് ബിരിയാണി ഫിനിഷ് ചെയ്തു കേട്ടോ. ബിരിയാണി നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ അവരുടെ ഈ കുട്ടൻ കുറുമ എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടൊരു കോയിൻ പൊറോട്ടയും കുറച്ച് കുട്ടൻ കുറുമയൊക്കെ വാങ്ങിയിട്ടോ. കോയിൻ പൊറോട്ടയും നല്ല ടേസ്റ്റ് ഉണ്ട്. അവിടെ ഇങ്ങനെ ലൈവായിട്ട് ബാക്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ പൊറോട്ടയും നെയ്പ്പത്തലും ഒക്കെ എല്ലാം ഇവിടെ സൈറ്റിൽ വെച്ചിട്ടാണ് ഇവരുണ്ടാക്കുന്നത്. അല്ലാതെ ഉണ്ടാക്കി കൊണ്ടുവരലല്ല. ഫുള്ളിങ്ങനെ വീടിൻ്റെ ബാക്കിൽ തന്നെ നിന്നിട്ട് ഫുള്ളിങ്ങനെ ഒരു പഴയ നമ്മൾ പണ്ട് കല്യാണങ്ങൾക്കൊക്കെ ഉണ്ടാവില്ലേ, വീട്ടിൽ കല്യാണം ഇപ്പോൾ കുറേ കാലമായിട്ട് കൂടാത്ത തന്നെ അങ്ങനെ പണ്ടത്തെ മോഡൽ കല്യാണത്തിൻ്റെ വീടുകളിലൊക്കെ ഉണ്ടാവുന്ന പോലെ ചെമ്പിലൊക്കെ ഫുള്ള് ബിരിയാണിയൊക്കെ ദമ്മിട്ടുണ്ടാക്കി. അങ്ങനെ നമ്മൾ പൊറോട്ടയും കുട്ടൻ കുറുമയും ഒന്ന് ടേസ്റ്റ് ചെയ്തു. സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതാണ് കല്ലപ്പം. അതിപ്പോൾ എല്ലാ ഒരുവിധം കല്യാണങ്ങൾക്കൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ ഈ കല്ലപ്പം. ഇങ്ങനെ കല്ലപ്പം നമ്മൾ ഈ കുറുമ കൂട്ടിയും അതുപോലെ വെജ് കുറുമയും ഗ്രീൻ പീസൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബീഫ് കുറുമയും കുട്ടൻ കുറുമ കേട്ടോ. കുട്ടൻ എന്നാണ് നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ ഇളയ ബീഫിന് പറയുക. ഇങ്ങനെ കുട്ടൻ കുറുമ കൂട്ടി നമ്മൾ കല്ലപ്പം ഒന്ന് കഴിച്ച് നോക്കി. സംഭവം നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി വേണം കേട്ടോ. പിന്നെ അവിടെ നെയ്പ്പത്തലും ചപ്പാത്തിയും അങ്ങനെ വേറെ കുറേ വെറൈറ്റി ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫുള്ളായതുകൊണ്ട് നമ്മളിന്ന് കല്ലപ്പത്തിൽ നിർത്തി. ബാക്കിയൊക്കെ കുറേ നാളെയും കഴിക്കാനുള്ളതല്ലേ, അപ്പോൾ കുറച്ച് സ്പേസൊക്കെ നമുക്ക് ബാക്കി വിടാം. കണ്ടോ ഇങ്ങനെയാണ് ആ കൗണ്ടറിൻ്റെയൊക്കെ സെറ്റിങ്. നടുക്ക് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് എല്ലാ ഫുഡ് ഐറ്റംസും നടുക്ക് വെച്ചിട്ട് അവിടെ സെർവ് ചെയ്യാൻ ആൾക്കാർ നിൽക്കുക. ചുറ്റും നമ്മളിങ്ങനെ ആൾക്കാർ ഇരുന്നാൽ മതി. കണ്ടോ ലൈവായിട്ട് നമ്മൾ പൊറോട്ടയൊക്കെ അടിക്കുന്ന സെഷനിലൊന്ന് പോയി പൊറോട്ട അടിക്കാരനെയൊക്കെ ഒന്ന് കണ്ട് കല്ലപ്പമൊക്കെ ചുട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്പ്പത്തിൽ ഇങ്ങനെ പൊരിക്കുകയാണ്, കണ്ടില്ലേ. നെയ്പ്പത്തിൽ ഇങ്ങനെ ചൂടുള്ള ചട്ടിയിൽ ഇങ്ങനെ പൊരിച്ച് കോരുകയാണ് കേട്ടോ. ഒക്കെ ഇങ്ങനെ ലൈവായി ഉണ്ടാക്കണ കാണാൻ തന്നെ ഒരു രസമാണ്. ഇവർ പറഞ്ഞത് ഇത് അരിപ്പൊടിയും മൈദപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടാണ് ഈ നെയ്പ്പത്തലിനാണെന്ന് ചോദിച്ചത് കേട്ടോ. ഞാനൊന്ന് വെറുതെ ചോദിച്ചു, ജസ്റ്റ് ഇങ്ങനെ അരി മാത്രമാണോ അതോ മൈദ മാത്രമാണോ എന്നൊക്കെ. അപ്പോൾ രണ്ട് പൊടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടാണെന്ന് പറഞ്ഞാൽ നല്ല പൊള്ളച്ച് നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. പിന്നെ വെറൈറ്റി ചായ കൗണ്ടർ അതെല്ലായിടത്തും ഇപ്പോൾ ഉണ്ടല്ലോ. ചുക്ക് കാപ്പി ഉണ്ട്. ഞാൻ ആദ്യം തന്നെ ഒരു കാടമം ടീ കുടിച്ചു കേട്ടോ. നല്ല ഏലക്കായൊക്കെ ഇട്ട ചായ. പിന്നെ ചുക്ക് കാപ്പി ഉണ്ട്. പിന്നെ സിന്നാമൺ പട്ട ഇട്ടതും മിൻറ്റും ലൈമും അങ്ങനെ ഏത് ഫ്ലേവർ വേണേലും കഴിക്കാം. അപ്പം ശരി, പിന്നെ കാണാം. ബൈ.